രചിച്ചേച്ചി എന്താ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? എന്താ ഭയങ്കര ഒരു സങ്കടം? എന്താ ചേച്ചി ഒന്ന് പറയാവോ? ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റില്ല ചേച്ചിയുടെ സങ്കടങ്ങൾ. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തേക്ക് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ ഈ പ്രായം വരെ ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നാറുണ്ട്. സ്കൂളിൽ ഞാൻ തോറ്റവളായിരുന്നു, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിജയിച്ചു. ആ വിജയം എൻ്റെ ലൈഫല്ല കേട്ടോ, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു. മക്കൾക്ക് വേണ്ടി ഞാൻ ലൈഫ് മാറ്റി വെച്ചു. ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. ഒരുപാട് കഥകളുണ്ട്, കഥയുണ്ട്. നോവൽ എഴുതി കഥ ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്, കഥ എഴുതി സിനിമ കണ്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ ജീവിത കഥകളും ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിത കഥ പോലെ, ഞാൻ അനുഭവിച്ചു വന്നിരിക്കുന്ന ഒരു കഥ പോലെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല, ഒരു സിനിമയിലും കണ്ടിട്ടില്ല. അപ്പം എനിക്ക് തോന്നി എൻ്റെ കഥ എഴുതണമെന്ന്. എൻ്റെ പച്ചയായ ജീവിത കഥ ഞാൻ എഴുതി രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കഥയുടെ പേരാണ് ഇടുക്കിയിലെ മിടുക്കി. ഞാൻ നാളെ മരിച്ചു പോയാലും ലോകം അറിയണം ഞാൻ ആരായിരുന്നു, എന്തായിരുന്നു, ഇതൊക്കെ എങ്ങനെ അതിജീവിച്ചു ഇവിടെ വരെ എത്തി എന്ന് ഈ ലോകത്തെ എനിക്കറിയിക്കണം. അപ്പോൾ ഒരു സിനിമയാക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കളിയല്ല എൻ്റെ കഥ. അതിന് നല്ലൊരു പ്രൊഡ്യൂസർ വേണം, പിന്നെ നല്ലൊരു ഡയറക്ടർ വേണം. പണം ഇറക്കാൻ പ്രൊഡ്യൂസറും വേണം, നല്ലൊരു ഡയറക്ടറും വേണം. നീ വന്ന് കാര്യം ചെല്ലുവാണ് പോണേ. പറയേച്ചി അവിടെ ഇരുന്നോണ്ട് ആലോചിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം ഞാൻ ഇനി ഇടുക്കിയിലെ മിടുക്കി 2 യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ കഥയിലെ കുറച്ച് മർമ്മഭാഗങ്ങൾ ഞാൻ ഷോർട്ട് ഫിലിമായിട്ട് ഞാൻ ചെയ്യുന്നു. അപ്പം നിങ്ങളെല്ലാവരും കാണല്ലേ, സപ്പോർട്ട് ചെയ്യണം. നമുക്കെന്നാൽ തുടങ്ങാമല്ലേ. ഞാനെന്ന എൻ്റെ ജീവിത കഥയുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.